കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മളുടെ തമിഴിലത്തെ മെയിൻ ക്രിയേറ്റർ ആയിട്ടുള്ള മദൻ ഗൗരി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് തമിഴ്നാട്ടിൽ വെച്ചുള്ള ഏറ്റവും ടോപ്പ് 10 റിച്ചസ്റ്റ് പേഴ്സൺ. അപ്പം ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് നമുക്ക് കേരളത്തിലത്തെ ടോപ്പ് 10 റിച്ചസ്റ്റ് ആൾക്കാരെ കുറിച്ച് വീഡിയോ ചെയ്തിടുക. സോ ഹലോ ഗൈസ്, വെൽ ഇറ്റ്സ് മീ അദ്നാൻ ഹിറാൻ. വെൽക്കം ബാക്ക് ടു ദി ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ 10 പേര് ആരൊക്കെയാണ്, അവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പിന്നെ അവരുടെ നെറ്റ്വർത്തും. പിന്നെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, ഈ പറയണ കണക്കുകളൊക്കെ ഏകദേശം എസ്റ്റിമേറ്റഡ് കണക്കാണ്, കറക്റ്റ് കണക്കല്ല. സോ ബാക്കി വീഡിയോ പോയി കണ്ടോ. നമ്മളെ ലിസ്റ്റിലെ 10ാം സ്ഥാനത്ത് വരുന്നത് ജോർജ് അലക്സാണ്ടർ മുത്തൂറ്റാണ്. മുത്തൂറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുത്തൂറ്റ് ഫിൻകോപ്പ്. അതിൻ്റെ MD ആണ് ജോർജ് അലക്സാണ്ടർ സാറ്. സാറിൻ്റെ നെറ്റ്വർത്ത് എന്ന് പറയുകയാണെങ്കിൽ $1.9 ബില്യൺ ആണ് വരുന്നത്. നമ്മുടെ ലിസ്റ്റിൽ 9th റാങ്ക് വരുന്നത് SD ഷിബുലാൽ എന്ന് പറഞ്ഞ സാറാണ്. നമ്മളുടെ ഇൻഫോസിസിൻ്റെ ഫൗണ്ടറിൽ ഒരാളും ഇൻഫോസിസിൻ്റെ പഴയ CEO കൂടെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്ത് വരുന്നത് $2.2 ബില്യൺ ആണ്. നമ്മുടെ ലിസ്റ്റിൽ 8th റാങ്ക് വരുന്നത് സണ്ണി വർക്കി സാറാണ് ജെംസ് എഡ്യൂക്കേഷനൊക്കെ ഫൗണ്ടർ എന്ന് പറയുന്നത്. സാറിൻ്റെ നെറ്റ്വർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $2.93 ബില്യൺ ആണ്. നമ്മുടെ ലിസ്റ്റിൽ 7th റാങ്ക് വരുന്നത് PNC മേനോൻ സാറാണ് നമ്മളുടെ ശോഭ ലിമിറ്റഡിൻ്റെ ഫൗണ്ടർ. സാറിൻ്റെ നെറ്റ്വർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം $3.1 ബില്യൺ ആണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശോഭ എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾക്ക് അറിയായിരിക്കും. അറിയാത്തവർക്കായിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ UAE ഭയങ്കരമായിട്ട് ലക്ഷറി റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സിൽ ഒരാളാണ് നമ്മളുടെ ഈ പറഞ്ഞ ശോഭ എന്ന് പറഞ്ഞ കമ്പനി. നമ്മുടെ ലിസ്റ്റിൽ 6th റാങ്ക് വരുന്നത് B രവിപിള്ള സാറിനാണ്. സാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ RP ഗ്രൂപ്പിൻ്റെ ഫൗണ്ടറാണ്. അത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ഫീൽഡാണ്. സാറിൻ്റെയും നേരത്തെ പറഞ്ഞ ആളുടെയും നമ്മളുടെ നെറ്റ്വർത്ത് ഏകദേശം സെയിമാണ്. $3.1 ബില്യൺ തന്നെയാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒരു എസ്റ്റിമേറ്റ് കണക്കണ്ട, കൃത്യമായിട്ടുള്ള കണക്കല്ല. ഇപ്പോൾ ടോപ്പ് 5 ആയിട്ടുണ്ടല്ലേ. നമ്മുടെ ലിസ്റ്റിൽ 5ാം സ്ഥാനത്ത് വരുന്നത് ഷംസീർ വൈരിൽ എന്ന് പറഞ്ഞ സാറാണ്. സാറിൻ്റെ മെയിൻ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുർജിൽ ഹോൾഡിങ്സിൻ്റെ ഫൗണ്ടറാണ് സാറ്. ബുർജിൽ ഹോൾഡിങ്സ് നമുക്കധികം പറയാനായിട്ട് ചാൻസസ് ഇല്ല. അത് നമ്മളുടെ UAE ഹെൽത്ത് കെയർ സംഭവങ്ങളില്ലേ, അതിൻ്റെ ഒക്കെ വലിയൊരു സംഭവമാണ് ബുർജിൽ ഹോൾഡിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവരുടെ നെറ്റ്വർത്ത് വരുന്നത് ഏകദേശം $3.7 ബില്യൺ ആണ്. നമ്മുടെ ലിസ്റ്റിൽ 4ാം സ്ഥാനത്ത് വരുന്നത് കൃഷ് ഗോപാലകൃഷ്ണൻ സാറാണ്. സാറും ഒരു ഇൻഫോസിസിൻ്റെ ഒരു ഫൗണ്ടറാണ്. സാറിൻ്റെ നെറ്റ്വർത്ത് വരുന്നത് ഏകദേശം $4.3 ബില്യൺ ആണ്. നമ്മുടെ ലിസ്റ്റിൽ ടോപ്പ് 3, അതായത് 3ാം സ്ഥാനത്ത് വരുന്നത് ജോയ ലൂക്കാസ് ആണ്. ജോയ ലൂക്കാസിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല. അത്യാവശ്യം നല്ല ഫെയിമുള്ള ഒരു ജ്വല്ലറാണ് ജോയ ലൂക്കാസ് എന്നുണ്ടെങ്കിൽ. ഈ ജോയ ലൂക്കാസ് സാർ എന്തെന്ന് അറിയോ, ഒരു വട്ടം റോൾസ് റോയ്സ് മേടിച്ച് അതുകൊണ്ട് തനിക്കൊരു ഉപയോഗവും ഇല്ലാന്ന് തോന്നിയിട്ട് അത് വേറെ ആൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ട് അയാൾക്ക് ഒരു ഉപയോഗവും ഇല്ല, ആളുടെ ബിസിനസ് വളരാനോ ഒന്നും പോകണില്ല എന്ന് വിചാരിച്ചിട്ട് ആ ഒരു കാർ എടുത്ത് ഫ്രീ ആയിട്ട് വേറെ ആൾക്ക് കൊടുത്ത്. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ജോയ ലൂക്കാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ജോയ ലൂക്കാസ് സാറിന്റെ നെറ്റ്വർത്ത് വരുന്നത് $4.4 ബില്യൺ ആണ്. നമ്മുടെ ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത് വരുന്നത് കല്യാണരാമൻ സാറാണ്. കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഒക്കെ ഫൗണ്ടർ, അതായത് ഇപ്പോഴത്തെ ചെയർമാനാണ് കല്യാണരാമൻ സാറ്. സാറിൻ്റെ നെറ്റ്വർത്ത്, അതായത് നമ്മൾ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ കാര്യമില്ല. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും കല്യാൺ ജ്വല്ലേഴ്സ് അറിയായിരിക്കും. കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ചെയർമാനാണ് കല്യാണരാമൻ സാറ്. സാറിൻ്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ഏകദേശം $5.5 ബില്യൺ ആണ്. ഒന്നാമത്തത്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ ഒരാളാണ്, MA യൂസഫ് അലി സാറ്. സാറിൻ്റെ നെറ്റ്വർത്ത് വരുന്നത് ഏകദേശം $5.5 ബില്യൺ to $6.9 ബില്യൺ എന്നാണ് പറയപ്പെടുന്നത്. കൃത്യമായിട്ടുള്ളൊരു കണക്ക് ഞാൻ സൈറ്റിൽ നോക്കിയപ്പോൾ കണ്ടില്ല. സാറിനെ കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ കാര്യമില്ലല്ലോ. ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്. ലുലു എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ കൊച്ചിയിലുണ്ട്, നമ്മളുടെ പിന്നെ ട്രിവാൻഡ്രത്തുണ്ട്. ഇപ്പോഴേ നമ്മളുടെ തൃപ്രയാർ, ആ പുള്ളിക്കാരൻ്റെ സ്വന്തം സ്വദേശമായിട്ടുള്ള തൃപ്രയാർ വൈമാൾ എന്ന് പറഞ്ഞതിൻ്റെ ചെറിയൊരു ഇതും കൂടെ തുടങ്ങിയിട്ടുണ്ട്.
കുറച്ച് കാലമായി തുടങ്ങിയിട്ട്. ട്രിവാൻഡ്രം ലുലു മാളിന് മുമ്പ് ഓപ്പൺ ആയതാണ് വൈമാള്. ഈ കാര്യം പറയുമ്പോൾ എനിക്ക് കുറച്ച് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം MA യൂസഫ് അലി സാർ തൃശ്ശൂർ ജില്ലക്കാരനാണ്, ഞാനും തൃശ്ശൂർ ജില്ലക്കാരനാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ അടുത്താണ് സാറിൻ്റെ വൈമാൾ എന്ന് പറഞ്ഞ മാളുള്ളത്. സോ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അദ്നാൻ. ബൈ.